പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിലാണ് സന്ദർശനം. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞിടെ മൗറീഷ്യസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലും എത്തിയിരുന്നു. VR കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇന്തോനേഷ്യയിൽ മോദി 4ാം തവണയാണ് സന്ദർശനം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ന്യൂസിലൻഡിൽ ഏകദേശം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 40 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് എത്തുന്നതെന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണോ പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്? 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ പുറപ്പെടും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. പ്രധാനമായും ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വിവിധ രാജ്യങ്ങളുമായി കൂടുതൽ ഉറപ്പുവരുത്തുക, ഒപ്പം വ്യാപാര മേഖലയിലെ പങ്കാളിത്തം, ഈ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം വരുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന പ്രധാനമന്ത്രി ആദ്യം എത്തുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ജക്കാർത്തയിൽ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. ASEAN കൂട്ടായ്മയിലടക്കം നിർണായകമായ ഇന്ത്യയുടെ പങ്കാളിയാണ് ഇന്തോനേഷ്യ. പ്രതിരോധ മേഖലയിലെ സഹകരണം, അതോടൊപ്പം തന്നെ വ്യാപാരം, ഊർജ്ജം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. അതോടൊപ്പം തന്നെ മലാക്ക കടലിടുക്കിൽ തന്ത്രപരമായ ഒരു പങ്കാളിത്തം, അതോടൊപ്പം തന്നെ തന്ത്രപരമായ ഇടപെടൽ നടത്തുന്ന രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. നിലവിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഹോർമൂസ് കടലിടുക്കിലടക്കം ഉണ്ടായ പ്രശ്നങ്ങൾ, സമാനമായ രീതിയിൽ ഒക്കെ മാരിടൈം സെക്യൂരിറ്റി അത് ശക്തിപ്പെടുത്തുന്ന ചർച്ചകളാകും ഇന്തോനേഷ്യയുമായി നടക്കുക. ഈ മലാക്ക കടലിടുക്ക് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നതാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുന്നു. ഇവിടെ നിന്ന് നേരെ ജക്കാർത്തയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഈ സന്ദർശനം എന്നതും ഏറെ നിർണായകമാണ്. ഏതാണ്ട് 1,40,000-ഓളം ഇന്ത്യക്കാരാണ് ഇന്തോനേഷ്യയിൽ ഉള്ളത്. ഇവരൊക്കെ തന്നെ ഈ സന്ദർശനത്തെ ഏറെ ആകാംക്ഷയോടെയും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും എന്ന ഒരു സ്വപ്നത്തോടെയുമാണ് ഈ യാത്രയെ കാണുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലടക്കം വിവിധ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുത്താനുള്ള സാധ്യതകളും ഈ ചർച്ചകളിൽ കാണുന്നു. ഇന്തോനേഷ്യയിലെത്തുന്ന മോദി അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലെഗിലെ സന്ദർശനം ഓസ്ട്രേലിയയിലേക്കാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ അദ്ദേഹം എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഈ ഉഭയകക്ഷി ചർച്ചയിലും നിർണായകമായ വിഷയങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ച് പ്രതിരോധം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങളിലാകും നിർണായക ചർച്ചകൾ. മാത്രമല്ല, അപൂർവ ധാതുക്കളുടെ സമ്പത്തിൽ, പ്രത്യേകിച്ച് ലിഥിയം അടക്കമുള്ളവയുടെ സമ്പത്തിൽ ഓസ്ട്രേലിയക്ക് വലിയ തോതിലുള്ള സമ്പത്ത് ഓസ്ട്രേലിയക്ക് ഉണ്ട്. ഇന്ത്യ ഇലക്ട്രോണിക് വാഹനങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് വാഹന ബാറ്ററികൾക്ക് ആവശ്യമായ ലിഥിയം അടക്കമുള്ള നിർണായക ധാതുക്കൾ, അവയുടെ വലിയ കരുതൽ ശേഖരമുള്ള ഓസ്ട്രേലിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ്. ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ ഓസ്ട്രേലിയയിലും നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മെൽബണിൽ വ്യവസായികളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, മെൽബൺ സ്റ്റേഡിയവും അദ്ദേഹം സന്ദർശിക്കും. ക്രിക്കറ്റ് സ്റ്റേഡിയം അദ്ദേഹം സന്ദർശിക്കുന്നതും ഏറെ ഗൗരവത്തോടെയാണ് ഇന്ത്യയും കാണുന്നത്. മറ്റൊന്ന്, ന്യൂസിലൻഡിലേക്കാണ് അദ്ദേഹത്തിൻ്റെ തേർഡ് ലെഗിലെ സന്ദർശനം. ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിന് ശേഷം ആണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 1986-ൽ രാജീവ് ഗാന്ധിയാണ് ഇതിനു മുൻപ് ഔദ്യോഗികമായി ന്യൂസിലൻഡ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 2014-ൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഇതുവരെയും സന്ദർശിക്കാത്തൊരു രാജ്യമാണ് ന്യൂസിലൻഡ്. ആ അർത്ഥത്തിൽ കൂടി ന്യൂസിലൻഡ് സന്ദർശനം ഏറെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ന്യൂസിലൻഡിൽ അദ്ദേഹം ചർച്ച നടത്തും. ഏതാണ്ട് 3 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ന്യൂസിലൻഡിൽ ഉള്ളത്. എന്തായാലും സ്വതന്ത്ര വ്യാപാര കരാർ അടക്കമുള്ള കാര്യങ്ങളിലെ നിർണായക ചർച്ചകളാകും ന്യൂസിലൻഡിൽ നടക്കുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മോദി പുറപ്പെട്ടിരിക്കുന്നു. ഇൻഡോ പസഫിക്കിൽ നിർണായക സാന്നിധ്യമായ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം, അവരുമായുള്ള ഉഭയകക്ഷി ചർച്ച, അവരുമായുള്ള വ്യാപാര ചർച്ചകൾ, പ്രതിരോധ മേഖലയിലെ സഹകരണം, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുമായി മലാക്ക കടലിടുക്കിലടക്കം നിർണായകമായ തന്ത്രപ്രധാനമായ സഹകരണം, അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ യാത്ര എന്നതാണ് ഏറെ ശ്രദ്ധേയം. PR കാർത്തികാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.